ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ ഇന്നത്തെ മത്സരം എന്നാണ് പഞ്ചാബ് വേഴ്സസ് ഡൽഹി തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ മാച്ച് നമ്പർ 58 ആണ്. മത്സരം നടക്കുന്നത് മെയ് 8-ാം തീയതി കൃത്യം 7:30 മറ്റെവിടെയല്ല, നമ്മുടെ ധർമ്മശാലയുള്ള ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഈ ഒരു ഗ്രൗണ്ടിൽ അധികം മത്സരമൊന്നും നടന്നിട്ടില്ല. എന്നാലും കുറച്ച് മത്സരത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു പിച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു പിച്ചിനെ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി സർഫസ് ആണ്. ദെൻ അതുപോലെ തന്നെ ഈ മാച്ച് നടക്കുന്നിടയിൽ സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ ഈ ഒരു ഗ്രൗണ്ടിൽ ഇമ്പോർട്ടൻസ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ അതായത് സെക്കൻഡ് ഇന്നിങ്സിൽ കൂടുതലായിട്ട് ഫാസ്റ്റ് ബൗളേഴ്സിന് സീമേഴ്സിന് നല്ല രീതിക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ദെൻ അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോറായിട്ട് കണക്കാക്കപ്പെടുന്നത് 180 റൺസിൻ്റെ മുകളിലോട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നടന്ന 12 IPL മത്സരങ്ങളുടെ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 9 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 3 പ്രാവശ്യമാണ്. കൂടുതലും ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത ബാറ്റിംഗ് ചൂസ് ചെയ്ത ടീമാണ് വിൻ ചെയ്യാറുള്ളത്. ദെൻ അതുപോലെ തന്നെ സ്കോറിംഗ് പാറ്റേൺസ് നോക്കുന്ന സമയത്ത് 150-ന് താഴെ 2 മത്സരങ്ങളും 150-ഉം 169-നും ഇടയ്ക്ക് ഒരു മാച്ചും, അതുപോലെ തന്നെ 170-ഉം 180-നും മുകളിൽ 190-ന് മുകളിലൊക്കെ ഏകദേശം 4 മാച്ച് പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 190-ന് മുകളിൽ 5 മാച്ചും പോയിട്ടുണ്ട്. ദെൻ ഇവിടെ ബൗളേഴ്സ് ഈ കഴിഞ്ഞ 12 മാച്ചിൽ ബൗളേഴ്സ് വിക്കറ്റ് എടുത്തത് ഫാസ്റ്റ് ബൗളേഴ്സ് 62 വിക്കറ്റും സ്പിന്നേഴ്സ് 22 വിക്കറ്റ്സുമാണ്. കൂടുതൽ വിക്കറ്റ്സ് എടുത്തിട്ടുള്ളത് ഫാസ്റ്റ് ബൗളേഴ്സ് തന്നെയാണ്. ദെൻ ഈ ഒരു പിച്ചിനെ പറ്റിയുള്ള റിപ്പോർട്ട്സ് ഇത്രയേ ഉള്ളൂ. നമുക്ക് റീസെൻ്റ് ആയിട്ട് നടന്ന ഈ ഒരു ഗ്രൗണ്ടിൽ നടന്ന റെക്കോർഡ്സും അതുപോലെ തന്നെ നമ്മുടെ IPL പോയിന്റ് ടേബിൾ കൂടെ ജസ്റ്റ് നോക്കണം. കാരണം ഇനിയുള്ള മത്സരങ്ങളിൽ പോയിന്റ് ടേബിൾ നോക്കിയാൽ മാത്രമേ എങ്ങനെയാവുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ പഞ്ചാബ് ആയാലും ഡൽഹി ആണെങ്കിലും നമ്മുടെ പോയിന്റ് ടേബിളിൽ അത്യാവശ്യം ടോപ്പിൽ നിൽക്കുന്ന ടീമാണ്. എപ്പോൾ വേണേലും പ്ലേ ഓഫിലോട്ട് കയറാൻ ചാൻസ് ഉള്ളൊരു ടീം കൂടെയാണ് കേട്ടോ. ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ GT ആണ് നിൽക്കുന്നത്. GT ഏകദേശം പ്ലേ ഓഫിൽ കയറി എന്നുള്ളൊരു ഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ തന്നെ പഞ്ചാബ് ആണെങ്കിൽ ഒട്ടും മോശമല്ല, പോയിന്റ് ടേബിളിൽ 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇനിയുള്ള 3 മത്സരങ്ങളിലെ തുടർച്ചയായ വിജയം അല്ലെങ്കിൽ ഒരു 2 മത്സരങ്ങൾ തുടർച്ചയായി വിൻ ചെയ്തതിന് അവർ സേഫായി. ദെൻ നമ്മുടെ DC ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോയിന്റ് ടേബിളിലാണ്. ഈ ഒരു മാച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരും പോയിന്റ് ടേബിൾ 3-ാം സ്ഥാനത്തിലോട്ട് എത്തും. നല്ല റൺ റേറ്റോടുകൂടെയാണ് വിൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും 3-ാം സ്ഥാനത്തിലോട്ട് ഇല്ലെങ്കിൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ 2 ടീമിനും മാക്സിമം വിൻ ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ കളിക്കുന്ന ഒരു മാച്ച് തന്നെ ആയിരിക്കും. സോ അൺപ്രഡിക്റ്റബിൾ ആവാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. സോ നമ്മുടെ ധർമ്മശാലയിൽ റീസെൻ്റ് ആയിട്ട് നടന്ന ചില പെർഫോമൻസിൻ്റെ കാര്യങ്ങളും നമുക്ക് നോക്കാം. റീസെൻ്റ് ആയിട്ട് നമ്മുടെ LS ടീം അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബും തമ്മിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇന്നിംഗ് പഞ്ചാബിന് തന്നെ ആയിരുന്നു 236 റൺസാണ് അവർ സ്കോർ ചെയ്തത്. നമ്മുടെ പഞ്ചാബ് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം. നമ്മുടെ സിമ്രാൻ സിംഗ് ആണ് 91 റൺസ് എടുത്തത്. അതുപോലെ തന്നെ ജോഷ് ഇംഗിൾസ് ആണെങ്കിലും 30 റൺസ്, ശ്രേയസ് അയ്യർ 45 റൺസ്, അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് 33 റൺസ്. അത്യാവശ്യം എല്ലാ പ്ലേയേഴ്സും നല്ല രീതിയിൽ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആകാശ് സിംഗ് ആണ് 2 വിക്കറ്റ്സ് എടുത്തത്. അതുപോലെ തന്നെ ദിഗ്വേഷ് സിംഗും ഏകദേശം 2 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. പ്രിൻസ് യാദവ് 1 വിക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ് ഈ ഒരു ഇന്നിങ്സിൽ കൂടുതൽ വിക്കറ്റ് എടുത്തത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിലാണെങ്കിൽ ഹർഷദീപ് സിംഗ് 3 വിക്കറ്റും മാർക്കോ ജെയിൻസൺ 1 വിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒംബ്രാസി 2 വിക്കറ്റും അതുപോലെ തന്നെ ചഹാൽ 1 വിക്കറ്റുമാണ് ഇവിടെ നേടിയിട്ടുള്ളത്. കൂടുതൽ വിക്കറ്റ്സ് എടുക്കുന്നത് ഫാസ്റ്റ് ബോളേഴ്സ് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കൂടുതൽ ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്യുന്ന ടീമാണ് വിൻ ചെയ്യാറുള്ളത്. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നമ്മൾ പ്ലെയേഴ്സിൻ്റെ സ്റ്റാറ്റ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പഞ്ചാബിത്തെ പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സിലോട്ട് തന്നെ കിടക്കാം. പ്രിയൻ ആചാര്യ റീസെൻ്റ് ആയിട്ട് ഒരു കിടിലൻ പെർഫോമൻസ്, ഒരു റൺസ് എടുത്തുള്ളൂ. അതിന് മുന്നത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൺ സ്കോറിംഗ് ആണ്. ഈ ഒരു ഗ്രൗണ്ടിൽ ഒരു റൺസ് അദ്ദേഹം എടുത്തുള്ള ഒരു ഇന്നിങ്സ് കളിച്ചിട്ട്. അതുപോലെ തന്നെ സിമ്രാൻ സിംഗ് ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 5 ഇന്നിങ്സ് കളിച്ചിട്ട് 151 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് ഡൽഹി ആയിട്ട് 4 ഇന്നിങ്സ് കളിച്ചിട്ട് 163 റൺസ് എടുത്തിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് റൺസ് എന്ന് പറഞ്ഞാൽ 103 റൺസാണ്. ദെൻ നമ്മുടെ ശ്രേയസ് അയ്യർ ആണെങ്കിൽ റീസൺ നല്ല ഫോമിലാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 45 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 4 ഇന്നിങ്സ് കളിച്ചിട്ട് 147 റൺസ് നേടിയിട്ടുണ്ട്. അതിൽ ആവറേജ് മിനിമം 42 റൺസെങ്കിലും ശ്രേയസ് അയ്യർ എടുക്കുന്നതാണ് അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട്. നഹേൽ വധേര ആണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 16 റൺസ് എടുത്തുള്ളൂ. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 4 റൺസ് കൊടുത്തിട്ടുണ്ട്. ജോഷ് ഇംഗിൾസ് ആണെങ്കിൽ 30 റൺസ് എടുത്തിട്ടുണ്ട്. മാർക്കസ് സ്റ്റോണിസ് 15 റൺസാണ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തിട്ടുള്ളത്. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 8 ഇന്നിങ്സ് കളിച്ച് 163 റൺസും അതുപോലെ തന്നെ 3 വിക്കറ്റ്സും നേടിയിട്ടുണ്ട്. ശശാങ്ക് സിംഗ് ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ച് 97 റൺസും അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 2 മത്സരം കളിച്ച് 10 റൺസുമാണ് നേടിയിട്ടുള്ളത്. ഒംബ്രാസി ഈ ഒരു ഗ്രൗണ്ടിൽ 2 വിക്കറ്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്.
പിന്നെ മാർക്കോ ജെയിൻസൺ ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ 1 വിക്കറ്റാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അർഷദീപ് സിംഗ് ആണെങ്കിലും 5 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 7 വിക്കറ്റും എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 7 മത്സരം കളിച്ചിട്ട് ഏകദേശം 6 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. വിജയ് കുമാർ വൈശാഖ് ആണെങ്കിലും വലിയ റെക്കോർഡ്സ് ഇല്ല, പക്ഷേ എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് ഒരു മാച്ച് കളിച്ചിട്ട് 3 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ചഹാൽ ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 2 ഇന്നിങ്സ് കളിച്ച് 1 വിക്കറ്റും എഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 20 ഇന്നിങ്സ് കളിച്ചിട്ട് 23 വിക്കറ്റ്സുമാണ് നേടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഡൽഹിയിലെ പ്ലേയേഴ്സിനോട്ട് കിടക്കുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഇതുവരെ കുബേര ഫാന്റസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ടതാണ്. കാരണം റീസെൻ്റ് ആയിട്ട് നടന്ന ചില മത്സരങ്ങളുടെ പെർഫോമൻസ് വിന്നിങ്സും കാര്യം ഞാൻ ഇവിടെ കാണിച്ചു തരാം. വെറും 147 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്കിവിടെ 510 രൂപ കിട്ടിയത്. അതായത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലനായിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്പിൽ വേറൊരു ഹിഡൻ ഫീച്ചർ ഒളിഞ്ഞ് നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. 5 പ്ലെയേഴ്സ് ഉണ്ടാകും, നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള ആരാണോ അവരെ പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വിന്നാവാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. സുനിൽ നരേൻ ഉണ്ട്, സാം കറൻ, ജഡേജ, ആയുഷ് മഹത്ര, അതുപോലെ തന്നെ നമ്മളെ രഘുവാൻഷിയൊക്കെ ഉണ്ട്. ഇതിൽ ആരായിരിക്കും നന്നായി കളിക്കാൻ ചാൻസ് ഉള്ളത് ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് ജഡേജ നന്നായി കളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ജഡേജയെ പിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സുനിൽ നരേനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്ത ജഡേജയാണ് കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ വിന്നാവും. അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഓപ്ഷനാണ് നമ്മുടെ കുബേര ഫാന്റസി ഉള്ളത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ നമ്മുടെ ചോയ്സിൽ വേണം ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും ട്രൈ ചെയ്യണം. കാരണം ഇതിലും അതേപോലെ തന്നെ ആ ഒരു കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ 5 പ്ലേയേഴ്സിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യുന്ന സെയിം ഓപ്ഷൻ തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 1 lakh rupees ഫ്രീ ഗിവ് വേണമെങ്കിൽ തീർച്ചയായിട്ടും വിഷൻ 11 ആപ്പ് ഡൗൺലോഡ് ചെയ്തോ. 0 rupees എൻട്രിയിൽ നിങ്ങൾക്ക് ഏകദേശം ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ 10,000 രൂപയാണ് കേട്ടോ കിട്ടുക. ഐ തിങ്ക് ഈ ഒരു കോൺടെസ്റ്റ് തീർന്നിട്ടില്ല. ഇതാ സെക്കൻഡ് വന്നതിന് 5,000, തേർഡ് വന്നാൽ 3,000, അങ്ങനെയൊക്കെയാണ് ഇതിൽ പ്രൈസ് റേഞ്ച് വന്നത്. അത്യാവശ്യം നല്ല പ്രൈസിങ് ആണ് കേട്ടോ. അതും 0 rupeesന് നിങ്ങൾക്ക് പറ്റിയൊരു കോൺടെസ്റ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ മൈ മാസ്റ്റർ എല്ലാം ട്രൈ ചെയ്തില്ലെങ്കിൽ ഇതും ട്രൈ ചെയ്തോ. കാരണം ഇതിലും ആ ഒരു സെയിം 0 rupeesൻ്റെ കോൺടെസ്റ്റ്, അതായത് ഫ്രീ ഗീവ് 1 lakh rupees ഫ്രീ ഗീവ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രീ ആയിട്ട് ഞാൻ 1 രൂപ കൂടെ കൊടുക്കാറുണ്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, 1 രൂപ കൂടെ കൊടുക്കാതെ ജോയിൻ ചെയ്യുന്നത്. സോ എന്തായാലും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്മോൾ ലീഗ്സ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് പറ്റിയൊരു ആപ്ലിക്കേഷനാണ് XL11. സോ എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടു പ്രിവ്യൂലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ പഞ്ചാബിത്തെ പ്ലേയേഴ്സിൻ്റെ H2 സ്റ്റാറ്റ്സ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡൽഹി പ്ലേയേഴ്സിൻ്റെയാണ്. അഭിഷേക് പോരലാണ് റീസെൻ്റ് ആയിട്ട് കുറച്ച് ഫോം ഔട്ടാണ്, പക്ഷേ പഞ്ചാബിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു മത്സരം കളിച്ച് 32 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഫാഫ് ടു പ്ലിസി ഈ ഒരു ഗ്രൗണ്ടിൽ 9 റൺസ് എടുത്തുള്ളൂ, പക്ഷേ അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 17 ഇന്നിങ്സ് കളിച്ചിട്ട് 808 റൺസ് നേടിയിട്ടുണ്ട്. ആവറേജ് 53 അതിൽ ബെസ്റ്റ് സ്കോർ 88. കരുൺ നായർ ആണെങ്കിലും ഈ അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 6 മത്സരം കളിച്ചിട്ട് 78 റൺസാണ് എടുത്തുള്ളത്. അതുപോലെ തന്നെ KL രാഹുൽ ആണെങ്കിലും അദ്ദേഹം 9 ഇന്നിങ്സ് അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് കളിച്ചിട്ട് 217 റൺസ് നേടിയിട്ടുണ്ട്. അസ്തർ പട്ടേൽ അദ്ദേഹം ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 1 വിക്കറ്റും അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് പഞ്ചാബുമായിട്ട് 9 ഇന്നിങ്സ് കളിച്ച് 46 റൺസ് അതുപോലെ തന്നെ 11 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. ട്രിസ്റ്റൻ സ്റ്റെപ്സ് ആണ് അടുത്തായിട്ടുള്ളത്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും അദ്ദേഹം എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് ഒരു മത്സരം കളിച്ച് 5 റൺസ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അശുതോഷ് ശർമ്മ അദ്ദേഹമാണെങ്കിലും ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 11 റൺസാണ് നേടിയിട്ടുള്ളത്. വിബ്രാജ് നിഗോ ആണെങ്കിൽ വലിയ റെക്കോർഡ്സ് ഇല്ല, പക്ഷേ റീസെൻ്റ് ആയിട്ടൊന്ന് ഫോമിലോട്ട് വരുന്ന ഒരു പ്ലെയറാണ്. മിച്ചൽ സ്റ്റാർക്കാണ് അദ്ദേഹം എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് 4 ഇന്നിങ്സ് കളിച്ച് 7 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കുൽദീപ് യാദവ് ആണെങ്കിൽ എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് 9 മത്സരം കളിച്ച് 10 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചമേര 2 മത്സരം എഗെയിൻസ്റ്റ് പഞ്ചാബായി കളിച്ച് 2 വിക്കറ്റ്സ് നേടിയിട്ട്. ടി നട്രാജൻ എഗെയിൻസ്റ്റ് പഞ്ചാബായിട്ട് 6 ഇന്നിങ്സ് കളിച്ചിട്ട് 6 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ നമ്മുടെ പഞ്ചാബ് ഡൽഹിയും തമ്മിൽ 33 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 17 പ്രാവശ്യം നമ്മുടെ പഞ്ചാബും 16 പ്രാവശ്യം നമ്മുടെ ഡൽഹിയാണ്. ഇരു ടീമും ഇപ്പോഴും മോശമല്ല, ഏത് ടീമും ആയാലും വിൻ ആവാനുള്ള പോസിബിലിറ്റീസ് ഹൈ ആണ്. സോ അൺപ്രഡിക്റ്റബിൾ മാച്ച് എന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ് ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിലും. സോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം. കാരണം ഏത് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യുന്നില്ല. നമ്മൾ ഒരു ദിവസം മുന്നാണ് വീഡിയോ എടുക്കുന്നത്, പക്ഷേ എന്നാൽ കൂടെ ഏതൊരു ആപ്പിലും ഈ പറഞ്ഞ സംഭവം വരുന്നില്ല ഗൈസ്. കണ്ടില്ലേ, ഏത് മാച്ചും ഇവിടെ വരുന്നില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ പ്രിവ്യൂ ടീമും കാര്യങ്ങളൊക്കെ നമുക്ക് ഫൈനലായിട്ട് തരാം. സോ ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല പോയിൻറ്റ്സ് എടുക്കാൻ ചാൻസ് ഉള്ളത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രിയനാശാര്യ നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ട്. ശ്രേയസ് അയ്യർ നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാർക്ക് സ്റ്റോണിസ്, അതുപോലെ തന്നെ നമ്മുടെ ജെയിൻസൺ, അർഷദീപ് ഇവരൊക്കെ എന്തായാലും പിക്ക് ചെയ്തു. അതുപോലെ തന്നെ ചഹാലിനെയും പിക്ക് ചെയ്തോ. നമ്മുടെ ഡൽഹിയിലാണെങ്കിലും ഫാഫ് ടു പ്ലിസി,
KL രാഹുൽ, അസ്തർ പട്ടേൽ, അതുപോലെ തന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സോ അല്ലെങ്കിൽ അശുതോഷ് ശർമ്മ ഏതെങ്കിലും ഒരാളെ പിക്ക് ചെയ്യാം നിങ്ങൾക്ക്, അത് നിങ്ങളുടെ ഓപ്ഷനിലാണ്. അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക് ബൗളിങ്ങിൽ, അതുപോലെ തന്നെ നമ്മുടെ കുൽദീപ് യാദവിനെയും കൊണ്ടുവരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടീമിൽ ഒരാളെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ നട്രാജനെയും കൊണ്ടുവരാം. സോ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. സോ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസ് ഇടാറുള്ളത്. അടുത്ത വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.